ലോകത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് തൊണ്ടയെടുപ്പ്, ചിലയിടത്ത് ചുമ, ഒരു വൃത്തികെട്ട വൈറൽ ഫീവർ കറങ്ങി നടപ്പുണ്ട്. നല്ല ചൂട് കാലാവസ്ഥയായതുകൊണ്ട് എല്ലാവരും വെള്ളം കുടിക്കുക. പനി വന്നാൽ കൂടുതൽ ദേഹം ഇളക്കാതെ നന്നായിട്ട് വിശ്രമിക്കുക. അപ്പൊ എങ്ങനാ നമ്മുടെ പരിപാടി തുടങ്ങുമല്ലേ? സൗദ എന്ന പെൺകുട്ടി വീട്ടിൽ ആരോടും പറയാതെ കോളേജിൽ പോകുക എന്ന വ്യാജനെ സിനിമയ്ക്ക് പോയി. അതറിഞ്ഞ അവരുടെ ഉപ്പയുടെ പ്രതികരണം കേട്ടാൽ ആരും ഒന്നും ഞെട്ടും. ഈ ഞാൻ പോലും അത് കേട്ട് ഒരു നിമിഷം മൗനം പാലിച്ചു. ആരോട് ചോദിച്ചിട്ട് സിനിമക്ക് പോയിന്നെ? അമ്പടി, അമൃതം പൊടിക്ക് ഇത്രയും പവർ ഉണ്ടാ? ആരവിടെ? അമൃതം പൊടിയുടെ പവർ കണ്ടെങ്കിൽ ഇനി എന്റെ പവർ കാണിക്കാമെന്ന് പറഞ്ഞ് ഒരു രാജാവ് കുറെ നേരമായി അവിടെ കിടന്ന് അലമ്പ് കാണിക്കുന്നത്. അനിയാ, ഇങ്ങോട്ട് വിളി. ആരവിടെ? ഈ പട്ടിക്കോട് കോവിലകത്തെ വലിയ ശോന തമ്പുരാനായ എനിക്ക് ഒരിത്തിരി പെഡിഗ്രി തരാൻ ഇവിടെ ആരുമില്ലേ? ഒന്നും കഴിക്കാത്തത് കൊണ്ട് നമ്മുടെ കണ്ണുകൾ അടയുന്നത് ഇവിടെ ആരും കാണുന്നില്ലേ? ആരവിടെ? എന്തൊക്കെ കാണണമല്ലേ? ഈ അക്ഷരം തെറ്റാതെ ക്രിയേറ്റിവിറ്റി എന്ന് പറയാൻ പറ്റിയ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാ കണ്ടോ? നമ്മുടെ മതിലിലും ആരെയും ഒക്കെ ഇങ്ങനെ പടം വരച്ചിട്ട് ഓടിയിരുന്നെങ്കിൽ നന്നായിരുന്നേ അല്ലേ? നാട് മൊത്തത്തിൽ ഇങ്ങനെ ആകണമെന്നാണ് എന്റെ ഒരു ഇത്. കലകളും വരകളും സ്നേഹവും സന്തോഷവും ഒക്കെ ആയിട്ട് ഹാപ്പി. അടുത്തത് ഒരു കുഞ്ഞുകുട്ടി ഒരു കോഴിയെ പിടിച്ച് ലാളിക്കുന്നതാണ്. അത് ഒരു ക്യൂട്ട് വീഡിയോ ആണ്. ഏത് ആ കൊച്ചിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ. പക്ഷെ വെറുതെ നിങ്ങൾ ആ കോഴിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. വെറുതെ ചുമ്മാ. ഈ കൊച്ചിന്റെ പിടുത്തം കണ്ടിട്ട് എന്നെ കറി വെക്കാനാണോ അതോ വറുത്തെടുക്കാനാണോ? എന്നെ ആരെങ്കിലും ഇതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വരണേ. കൊച്ച്, ഞാൻ നിന്റെ കളിപ്പിള്ളയല്ല, ജീവനുള്ള ഒരു സാധനമാണ്. ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൊടുക്കടേ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കണം. ചോട്ടാ മുംബൈയിലെ നടേശന്റെ മാസ് സീൻ ഓർമ്മയുണ്ടോ? 2 സെന്റൻസ് ഞാൻ പറയാം. നിങ്ങൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മനും ശത്രുവും ഞാൻ തന്നെയാണ്. അയ്യേ, ഇത് ഞാൻ പറഞ്ഞ ശരിയാത്തില്ല. നമ്മുടെ ഒരു പയ്യനുണ്ട്, പുള്ളി പറയും, നടേശ കൊല്ലണ്ട, നീ തൽക്കാലം അമൃതപൊടി തിന്നിട്ട് അങ്ങനെ വടി പോവാൻ നോക്ക്. പോ. ഈ പൊടിപ്പിള്ളേരൊക്കെ വലിയ സിനിമ ഡയലോഗ് പറയുന്നതിൽ ഒരു കൗതുകമുണ്ടെങ്കിലും ഈ കുഞ്ഞുവായിലെ കൊല്ലു എന്നൊക്കെ പറയുന്നതിന് എനിക്ക് അത്ര യോജിപ്പില്ല. എല്ലാ കുഞ്ഞുങ്ങളുടെയും മനസ്സിൽ സന്തോഷവും സ്നേഹവും നിറയട്ടെ, വലിയവരുടെയും. പിന്നെ ഇതൊക്കെ ഒരു തമാശയില്ലേ, പോട്ടെ. അപ്പോൾ ഇന്നത്തെ അടിപൊളി ലോകം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ലപോലെ വിശ്രമിക്കുക. എപ്പോ? പനി വരുമ്പോ. അപ്പൊ ശുഭദിനം.